PV അൻവർ MLA ആരോപണം ഉന്നയിച്ച് 32 ദിവസം നീണ്ട DGP തല അന്വേഷണം. ആ അന്വേഷണത്തിന് ഒടുവിൽ ആ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിക്ക് ശേഷമാണ് ഹോം സെക്രട്ടറിക്ക് DGP കൈമാറിയത്. അത് ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുമ്പോൾ അതേ ഉത്തരവിൽ ADGP MR അജിത് കുമാറിനെതിരായുള്ള നടപടി ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ആ ഉത്തരവിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിരിക്കുന്നു. പകരം ചുമതല മനോജ് എബ്രഹാമിന് നൽകിയിരിക്കുന്നു. ആരോപണങ്ങൾ ഇത് രണ്ടാമത്തെ വിക്കറ്റ് അല്ലെ? ആദ്യം സുജിദാസ് തിരിക്കുന്നു, അതിനുശേഷം MR അജിത് കുമാർ തിരിക്കുകയാണ്. അനന്തൻ, എത്ര വലിയ സമ്മർദ്ദം അല്ലെ? ഇതിപ്പോ MR അജിത് കുമാറിനെതിരെ ഉന്നയിക്കപ്പെട്ട മറ്റാരോപണങ്ങളിലെ അന്വേഷണം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇത് വളരെ പ്രത്യക്ഷമാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ വന്നത് കഴിഞ്ഞ 1 വർഷം മുമ്പുള്ള സന്ദർശനവുമായിരുന്നു. അത് സർക്കാർ അവഗണിച്ചു വിട്ടതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യം പറയുന്നു. PV അൻവർ ആരോപണം ഉന്നയിക്കുന്നു. സർക്കാരിന് മറ്റു മാർഗമുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ സർക്കാർ വഴിമാറി എന്നുള്ളതാണ്. PV അൻവർ ഒരു ചെറിയ വിഷയമല്ല ഉന്നയിച്ചത്. അതിഗൗരവമായ വെളിപ്പെടുത്തലുകളാണ് PV അൻവർ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് 1 മാസം നീണ്ട അന്വേഷണം. ആ അന്വേഷണത്തിൽ PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും തെളിവില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ്, ഒരു കൺക്ലൂഷനിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത്. അതിനുശേഷം ഈ PV അൻവർ MLA ആരോപണത്തിൻ്റെ തുടർ ആരോപണങ്ങളായിട്ടാണ് RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നത്. അത് പക്ഷേ LDFനെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ എത്തിച്ചു. പ്രത്യേകിച്ച് പാളയത്തിൽ നിന്ന് തന്നെ എതിർസ്വരം ഉയർന്നു. CPIയുടെ വലിയ എതിർപ്പ് ഉയർന്ന ഘട്ടത്തിൽ അത് CPMനെയും മുഖ്യമന്ത്രിയെയും വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് ആഴ്ത്തിയത്. അതിലൊരു നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ MR അജിത് കുമാറിനെ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ IPS ഉദ്യോഗസ്ഥനെ, ആ ക്രമസമാധാന ചുമതലയിൽ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെയും ക്രൈമിൻ്റെയും കുറ്റകൃത്യ അന്വേഷണത്തിൻ്റെയും ഒക്കെ നിയന്ത്രണമുള്ള കസേരയാണ്. ഒരു പക്ഷേ കേരള പോലീസിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സിംഹാസനം എന്ന് തന്നെ പറയാവുന്ന പൊസിഷനിൽ നിന്നാണ് MR അജിത് കുമാർ പടിയിറങ്ങുന്നത്. മാത്രമല്ല, ലോ ആൻഡ് ഓർഡർ ADGP ആയിട്ട് MR അജിത് കുമാർ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തന്നെ സൂപ്പർ DGP എന്നുള്ളതായിരുന്നു. DGPക്ക് മേളിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും സർക്കുലർ ഇറക്കുകയും അങ്ങനെ ഷേഖ് ദർവേസ് സാഹിബിന് തന്നെ പല